അതായത് പലരോടും രാഹുലിന് ബന്ധമുണ്ട് എന്നറിയുന്നതാണ് അവന്തികയെ വേദനിപ്പിക്കുന്നത് ആണോ? തീർച്ചയായും പലരിടത്തും ഇങ്ങനെ തന്നെയാണ് ഇയാൾ ബിഹേവ് ചെയ്യുന്നത്. അതിന് മുന്നേ എന്റെ അടുത്ത് മാത്രമുണ്ടെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അതിനുശേഷമാണ് നടിയുടെ ഉൾപ്പെടെ മറ്റുള്ള വ്യക്തികളുടെയൊക്കെ തുറന്നു പറച്ചുകൾ വരുന്നത്. കുറച്ച് ദിവസങ്ങളായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ആണ് സംസാര വിഷയം. അതിൽ നിന്നൊന്ന് മാറി ചിന്തിക്കുമ്പോഴത്തേക്ക് വീണ്ടും വീണ്ടും അപ്ഡേറ്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇപ്പം അവസാനം രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങൾക്ക് മുമ്പിലെത്തി ഒരു ഓഡിയോ പ്ലേ ചെയ്യുകയുണ്ടായി. അവന്തിക എന്നുള്ള ഈ ഇര എന്ന് പറയപ്പെടുന്ന ഒരു ട്രാൻസ് വുമണിന്റെ ഒരു ഓഡിയോ പ്ലേ ചെയ്യുകയുണ്ടായി. അത് സംബന്ധിച്ചുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം തോറും അതിലിങ്ങനെ ഓരോ അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. റിപ്പോർട്ടർ സ്വയം പറയിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് വേണം ആ ഓഡിയോ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ. അവന്തിക ആ ഓഡിയോയിൽ പറയുന്നുണ്ട്, തനിക്ക് യാതൊരുവിധ ബാഡ് എക്സ്പീരിയൻസും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല, നേരിടേണ്ടി വന്നിട്ടില്ല എന്ന് പറയുന്നു. ഒരു 20 ദിവസത്തിന് ശേഷം വീണ്ടും അതിലൊരു മാറ്റമാണ് സംഭവിച്ചത്. അത് വലിയൊരു അടിയായി രാഹുൽ മാങ്കൂട്ടത്തിന് മാറുകയും ചെയ്തു. അതിനിടയിൽ അന്ന രാജു എന്ന് പറയുന്ന ജനറൽ സെക്രട്ടറി ട്രാൻസ്ജെൻഡർ കോൺഗ്രസിന്റെ ഒരാളുടെ രംഗത്ത് വന്നു. അവന്തികയായിട്ട് നല്ല വ്യക്തിബന്ധം ഉള്ള ഒരാളാണ്. അന്ന രാജു പറയുന്നത് ഇതെല്ലാം BJP-ക്കാര് കൂടി ആലോചിച്ച് ഉള്ള ഒരു ആരോപണം മാത്രമാണ് എന്ന് പറയുന്നു. സത്യത്തിൽ ഇതൊരു രാഷ്ട്രീയ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പെടുത്താൻ വേണ്ടി കൊണ്ടുവന്ന വിവാദമാണെങ്കിലും ഇതിപ്പോൾ ഒരു രാഷ്ട്രീയ വിവാദമായിട്ട് കത്തിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ CPM അവരുടെ ഭാഷ്യത്തിൽ അല്ലെങ്കിൽ അവരുടെ സംസ്കാരത്തിനൊത്ത പ്രതികരണങ്ങൾ നടത്തുന്നുമുണ്ട്. എന്താണ് ഇത് മൊത്തത്തിൽ ഇനി ഇത് എങ്ങനെ അവസാനിക്കും എന്നാണ് തോന്നുന്നത്? പക്ഷേ ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം നമ്മളെല്ലാ ചർച്ചയിലും പറയുന്നത് പോലെ തന്നെ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. പക്ഷെ അവന്തിക വിഷയം രാഹുലിനൊരു തുറുപ്പുചീട്ടായി അല്ലെങ്കിൽ ഒരു മഹാഭാഗ്യം പോലെ വീണ് കിട്ടിയൊരു തുറുപ്പുചീട്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ എനിക്ക് എന്താണെന്നറിയോ, ഞാൻ ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിനെ കുറ്റം പറയുകയോ അവന്തികയെ സേവ് ചെയ്ത് പറയുകയോ അല്ല. വേണ്ട ഭാഗം കട്ട് ചെയ്തിട്ടുകൊണ്ടുള്ള ഓഡിയോ ക്ലിപ്പുകളാണ് നമ്മളിപ്പോൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത്. വേണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ആ രീതിയിലുള്ള ഓഡിയോ കട്ട് ചെയ്തിടാനും തനിക്ക് വേണ്ട ഭാഗം മാത്രം കേൾപ്പിക്കാനും ഉള്ള കഴിവ് രാഹുലിനും ഉണ്ട്. രാഹുലും അങ്ങനെയല്ല ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അവന്തിക വിഷയം വന്നപ്പോൾ രാഹുലിനെതിരെ അത്രയും നേരം ആരോപിച്ചിരുന്ന പലരിലേക്കും നമുക്ക് ശരിയാണോ തെറ്റാണോ എന്നുള്ളൊരു സംശയം നമ്മളിൽ എല്ലാവരിലും ഉണ്ടായിരുന്നു. പക്ഷെ അവന്തിക വിഷയം വന്നതോടുകൂടി രാഹുലിൻ്റെ ഭാഗം ക്ലിയർ ചെയ്യാൻ അല്ലെങ്കിൽ രാഹുലിന് കുറച്ചും കൂടി ചാനലുകളുടെ മുന്നിലേക്ക് ധൈര്യസമേതം വരാനായിട്ടുള്ളൊരു ചാൻസ് അവിടെ കിട്ടി. ബിക്കോസ് അവന്തിക വിഷയത്തിൽ അവന്തിക തന്നെ പറയുന്നു, അതായത് ഇതിൽ നിന്ന് ക്ലിയർ ആവുന്നത് ഒരു 3-4 കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ, ഓഗസ്റ്റ് 1 അവന്തികനെ റിപ്പോർട്ടർ വിളിച്ചിരിക്കുന്നത്. നമ്മൾ ഈ വിഷയങ്ങളൊക്കെ കത്തി പുറപ്പെടുന്നത് ഓഗസ്റ്റ് 15 ശേഷമാണ്. അപ്പോൾ ഓഗസ്റ്റ് 1 തന്നെ ഈ റിപ്പോർട്ടർ ഇത്തരത്തിൽ വിളിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ അർത്ഥം അതിനു മുന്നേ തന്നെ രാഹുലിനെതിരായിട്ടുള്ള തെളിവുകൾ ഇവർ ശേഖരിച്ച് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഈ ഗൂഢാലോചനയാണ് എന്നുള്ളത് വ്യക്തം. ഗൂഢാലോചന അല്ലെങ്കിൽ പെട്ടെന്നൊരു ദിവസം കൊണ്ട് അന്ന് കിട്ടിയ ഉടനെ പൊട്ടിക്കുന്നതിന് പകരം എല്ലാം തെളിവ് ശേഖരിച്ച് വെച്ച് ആ ഒരു പർട്ടിക്കുലർ ടൈം വന്നപ്പോൾ അടിച്ചതാണെന്നുള്ളത് ഇതിൽ നിന്ന്, അതായത് ഇത് ഗൂഢാലോചനയാണ് എന്നുണ്ടെങ്കിൽ അത് ഓഗസ്റ്റ് 1 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ആലോചനയുടെ ഭാഗങ്ങൾ ഓഗസ്റ്റ് 1 തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ രാഹുൽ അറിഞ്ഞിരുന്നു എന്നുള്ളതാണ് സത്യം. രാഹുൽ അത്ര വലിയ മണ്ടനല്ലല്ലോ. രാഹുൽ 1 തീയതിയെ അറിഞ്ഞിരുന്നു. ഇതിന്റെ വോയിസ് ക്ലിപ്പ് വാങ്ങി രാഹുൽ വെച്ചത്. അത് രാഹുൽ പുറത്തുവിട്ട വോയിസിൽ തന്നെ നമുക്കറിയാം അവന്തിക പറയുന്നുണ്ട്. അവന്തിക എടുത്തു പറയുന്നൊരു കാര്യം, ഞാൻ ബോധവും വിവരവും ഉള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകയാണ്. അപ്പോൾ എനിക്കൊരു മോശം എക്സ്പീരിയൻസ് ആരിൽ നിന്നെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ധൈര്യമായിട്ട് നിയമപരമായിട്ടോ അല്ലെങ്കിൽ എൻ്റെ പാർട്ടി വഴിയോ മൂവ് ചെയ്യാനുള്ള ബോധവും വിവരവും ഉള്ളൊരു ആളാണ് ഞാൻ. എന്നെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായ അതിനുള്ള ഗട്ട്സ് ഉള്ള ആളാണ് ഞാൻ. അതിങ്ങനെ ഭയങ്കര അഭിമാനത്തോടു കൂടി റിപ്പോർട്ടറോട് പറയുന്നുണ്ട്. ആ വേർഡ്സ് ഒരിക്കലും തെറ്റാണ് അല്ലെങ്കിൽ ഒരു വെറുതെ പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് അവർ ഒരു രാഷ്ട്രീയ പ്രവർത്തക എന്ന് പറഞ്ഞ ഒരു ജനങ്ങളെ സേവിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുമ്പോൾ അത്യാവശ്യം തൻ്റെ ഇടവും ഇതുപോലെ തിരിച്ചു പറയാനുള്ള ഒരു ഗട്ട്സും ഉള്ളവർ തന്നെ ആയിരിക്കും. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും അതെ, ഒരു ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് തന്നെ ഒരുപാട് സ്ട്രഗ്ലിങ്ങിന് അപ്പുറം എടുക്കുന്ന ഒരു തീരുമാനമാണ്. അപ്പോൾ അവർ പറയുന്ന പോലെ തന്നെ അവർ ബോധവും വിവരമുള്ള നിയമ സംവിധാനങ്ങൾ അവർ പറയുന്നുണ്ട്. നമ്മുടെ നിയമ സംവിധാനങ്ങളിൽ കൂടെ പോവാം, ഞങ്ങളുടെ പാർട്ടിപരമായിട്ട് പോകാം, എനിക്ക് ഒരുപാട് പിടിപാടുള്ള ആളാണ് ഞാൻ. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അപ്പം തന്നെ എനിക്കറിയാം അത് ക്ലിയർ ചെയ്യാൻ. എനിക്ക് പക്ഷേ രാഹുൽ എൻ്റെ ഫ്രണ്ടാണ്. ഒരിക്കലും എനിക്ക് രാഹുലിൻ്റെ ഭാഗത്തു നിന്നും ഒരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല. ഇങ്ങനൊരു അപവാദം എന്നെപ്പറ്റി പറഞ്ഞത് ആരാണ് എന്നെനിക്കറിയാനുള്ള റൈറ്റ് ഉണ്ട്. സോ എനിക്കത് ആരാണെന്ന് അറിഞ്ഞേ പറ്റുള്ളൂ എന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ അവരെപ്പറ്റി അപവാദം പറഞ്ഞു എന്നുള്ള രീതിയിൽ വരെ 1 തീയതി നിൽക്കുന്നൊരു ലേഡി,
ആ ലേഡി പെട്ടെന്ന് അപ്പം തന്നെ ഇപ്പോൾ എനിക്ക് അവരപ്പോൾ പറയുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഹാഷ്മി നമ്മുടെ 24 ഹാഷ്മി താജ് ഇബ്രാഹിമായിട്ട് ഉള്ള ഇൻ്റർവ്യൂവിൽ ഹാഷ്മി ചോദിക്കുന്നുണ്ട് എന്തിനാണ് അന്ന് റിപ്പോർട്ടർ ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞതെന്നുള്ളത്. അപ്പോൾ അവന്തിക പറയുന്നത് എനിക്ക് രാഹുലിനെ പേടിയായിരുന്നു, ഞാൻ എന്തെങ്കിലും തുറന്ന് പറഞ്ഞാൽ രാഹുൽ എന്നെ ഉപദ്രവിക്കും എന്നുള്ള പേടിയുള്ള ഒരാള് ഇത്തരത്തിലുള്ള കോൾ റെക്കോർഡ് എന്ത് ധൈര്യത്തിൽ അയച്ചു കൊടുത്തത്? അതെ, അത് അതായത് ഈ ഒരു വിഷയം കഴിഞ്ഞപ്പോൾ പേടി കൊണ്ട് പറഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ, അപ്പൊ തന്നെ രാഹുലിനെ വിളിക്കുകയാണ്, രാഹുലേട്ടാ ഇങ്ങനെ പറഞ്ഞു. ആ വോയിസ് റെക്കോർഡും നമ്മൾ പുറത്ത് വന്നിട്ടുണ്ട്. രാഹുലിനെ വിളിച്ചിട്ട് പറയുകയാണ് ഇങ്ങനെ റിപ്പോർട്ടർ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു രാഹുലുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഇങ്ങനെ ചോദിച്ചു, രാഹുൽ മിസ്ബിഹേവ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ രാഹുൽ പറയുന്നുണ്ട് നീ അവർ തമ്മിലുള്ള ചാറ്റ് റെക്കോർഡും രാഹുൽ പുറത്ത് വിട്ടത് നീ കേട്ട് കാണുമല്ലോ. അപ്പോൾ അതിനകത്തും പറയുന്നുണ്ട് അവർ തമ്മിലുള്ളത് ഒരിക്കലും ഒരാളെ പേടി വെച്ചുകൊണ്ടുള്ളൊരു സംസാരമായിരുന്നില്ല. എന്നുവെച്ചാൽ അത്രയും ക്ലോസ് ആയിട്ട് തന്നെ രാഹുലിനെ ട്രസ്റ്റ് ചെയ്ത് രാഹുലിനെ രക്ഷിക്കാൻ എന്നുള്ളൊരു രീതിയിൽ രാഹുലിനോട് പറയുന്നുണ്ട്. അപ്പോൾ രാഹുൽ ചോദിക്കുന്നുണ്ട് നീ എൻ്റെ കൂടെ നിൽക്കില്ലേ, മീൻസ് അങ്ങനെ ഒരു ഗൂഢാലോചന എനിക്കെതിരെ നടക്കുന്നുണ്ടെങ്കിൽ കൂടെ നിൽക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും ഉണ്ടാവും. അങ്ങനെ ആ ഒരു സംഭാഷണത്തിൽ നിന്ന് തന്നെ അറിയാം അവന്തിക്ക് ഒരിക്കലും രാഹുലിനെ പേടിച്ചിട്ട് നിൽക്കുന്ന ഒരാളോ അല്ലെങ്കിൽ രാഹുലിനെ ആ സമയത്ത് അവർക്ക് കൊടുക്കണം എന്നൊരു പ്ലാൻ അവർക്ക് ഉണ്ടായിരുന്നു എന്നെനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ രാഹുലിന് തന്നെ അപ്പം തന്നെ രാഹുലിക്ക് വോയിസ് റെക്കോർഡ് അയക്കാൻ പറയുന്നു, അയച്ചും കൊടുക്കുന്നു. ഇത്രയും കൃത്യമായിട്ട് ചെയ്ത് ഈ ഓഗസ്റ്റ് 1 മുതൽ പിന്നീടുള്ള ദിവസങ്ങളിൽ നടന്ന ചർച്ചകളിലാണ് അവന്തിക ഇത്തരത്തിലുള്ളൊരു പരാതിയുമായിട്ട് മുന്നോട്ട് വന്നതെന്ന് വേണം നമ്മളപ്പോൾ അവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട്. ഈ 1-ാം തീയതി റിപ്പോർട്ടർ വിളിക്കുന്നത് വരെ ചിലപ്പോൾ അവന്തികയ്ക്ക് അങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നിരിക്കില്ല. അതുവരെ രാഹുലുമായിട്ട് അവർക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. അവന്തിക പറയുന്നതനുസരിച്ച് പാലക്കാട് ഇലക്ഷന് മുന്നെയാണ് രാഹുൽ മിസ്ബിഹേവ് ചെയ്തു എന്ന് പറയുന്നത്. അതായത് നിന്നെ എനിക്ക് റേപ്പ് ചെയ്യണം എന്ന് പറഞ്ഞത് പാലക്കാട് ഇലക്ഷന് മുന്നെയാണ്. അത് കഴിഞ്ഞിട്ട് അവർ നല്ല ബന്ധത്തിലായിരുന്നു അന്നരാജു സമ്മതിക്കുന്നുണ്ട്. അത് MLA ആവാൻ എന്തിനു കാത്തിരുന്നു എന്നുള്ളതും ഒരു ചോദ്യമാണ്. അത് അവന്തിക തന്നെ ആ റെക്കോർഡിൽ റിപ്പോർട്ടറോടും ചോദിക്കുന്നുണ്ട്, MLA ആയിട്ടുള്ള ഒരാളല്ലേ, അപ്പൊ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഞാൻ അന്നേ ചോദിക്കുമായിരുന്നല്ലോ. അവന്തിക ഭയങ്കര ബോൾഡായിട്ട് തന്നെയാണ് അതിൽ സംസാരിക്കുന്നത്. പക്ഷെ ഇതിൽ ട്വിസ്റ്റ് എവിടെയാണെന്ന് വെച്ചാൽ ഹാഷ്മിയുടെ ഒരു ചോദ്യത്തിൽ അവന്തിക ശരിക്കും പെട്ടുപോകുന്നുണ്ട്. അവന്തിക സത്യം വിളിച്ചു പറഞ്ഞു അവസാനം അവന്തിക എന്തിനാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞെന്ന പോലെയായി. നമുക്ക് ആ വോയിസ് റെക്കോർഡ് തന്നെ അവസാനം കേൾപ്പിക്കാം നമുക്ക്. അതിൽ ഹാഷ്മി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവസാനം ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഹാഷ്മിയുടെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യൽ അറിയാമല്ലോ, ആ ക്വസ്റ്റ്യൻ്റെ അവസാനം ഹാഷ്മി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അന്ന് പറയാണ്ടിരുന്നിട്ട് പെട്ടെന്ന് ഇത് പറഞ്ഞതിൻ്റെ ഒരു എന്തായിരുന്നു എന്നുള്ളത് ചോദിക്കുമ്പോൾ അവന്തിക തന്നെ അറിയാണ്ട് അവന്തികയുടെ വായിന്ന് ചാടുന്നുണ്ട്. ഞാൻ വിചാരിച്ചിരുന്നത് രാഹുലിന് എന്നോട് മാത്രമായിരുന്നു ഇഷ്ടം, ഞങ്ങൾ തമ്മിലായിരുന്നു അങ്ങനെ, അതുകൊണ്ടാണ്. പക്ഷേ അവനെന്നെ ചതിക്കായിരുന്നു, വേറെ ഒരുപാട് ലേഡീസുമായിട്ട് അവർ ബന്ധമുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റിയില്ല. ദാറ്റ് മീൻസ് ഒരു പക വീട്ടൽ എന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ ബോയ് ഫ്രണ്ട് വേറൊരാളെ അവൻ ഒരുപാട് പേരെ ഫ്ലേർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയുമ്പോൾ എനിക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട്, അതുപോലെ ശരിക്കും ഇത് അവന്തിക അവനോട് പക വീട്ടുകയായിരുന്നു എന്നുള്ളത്. അതായത് അതുവരെ അവന്തിക അത് എരയെ ഞാൻ ഒരിക്കലും മോശമായിട്ട് പറയുന്നില്ല, അതുകൊണ്ട് ആ വേർഡ് ഞാൻ എടുത്ത് പറയുന്നില്ല. അവൾ മൗനമായിട്ട് അതിനെ ആസ്വദിച്ചിരുന്നു, അല്ലെങ്കിൽ അതിനെ വില വെച്ച് കൊടുത്തിരുന്നു എന്ന് തന്നെ വേണം നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് അവന്തിക തന്നെ ഹാഷ്മിയോട് കൺഫസ് ചെയ്യുകയാണ്, അതൊരു കൺഫെഷൻ തന്നെയാണത്. കൺഫസ് ചെയ്യുകയാണ് അവന് വേറെ റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ തകർന്നു പോയത് എന്ന്. അപ്പോൾ ഇതിനപ്പുറത്തേക്കൊരു തെളിവ് അല്ലെങ്കിൽ അവന്തിക ഇതിലപ്പുറത്തേക്കൊരു തുറന്നു പറച്ചിൽ ഈ വിഷയത്തിൽ വേണം എന്ന് എനിക്ക് തോന്നുന്നില്ല. അവന്തികയുടെ വിഷയം ഇതായിരുന്നു എന്നുള്ളത് അവിടെയും അവര് പറഞ്ഞു വെക്കുന്നത് എന്താണെന്നറിയോ, ഇതിൽ വേറൊരു പ്രേരണയും നടന്നിട്ടില്ല എന്നാണ് അവന്തിക പറഞ്ഞു വെക്കുന്നത്. അവന്തിക പറഞ്ഞത് സത്യം എന്ന് ഉള്ളത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ആയിരുന്നെങ്കിൽ അവർക്ക് അത് ആദ്യ പ്രസ് മീറ്റ് കൊടുത്തപ്പോൾ തന്നെ പറയാമായിരുന്നു. ന്യൂസ് 18 സംസാരിക്കുമ്പോൾ തന്നെ അവർക്ക് പറയാമായിരുന്നു എന്നെ എങ്ങനെ പറ്റിച്ചു. പക്ഷെ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് BJP-യുമായിട്ട് അവന്തിക BJP പ്രവർത്തകയാണ്. അപ്പം ആ ഒരു കണക്ഷനാണ് ഇപ്പൊ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇപ്പോ അതിനെ മറയ്ക്കാൻ അവന്തികയ്ക്ക് ഇതല്ലാതെ ഒരു മാർഗമില്ല എന്ന് നമുക്ക് കണക്ക് കൂട്ടാം. ഈ ഒരു ഉറപ്പായിട്ടും അവന്തിക എന്തായാലും പാലക്കാട് ഇലക്ഷൻ അവന്തിക പറയുന്ന വേർഡ്സ് ആണ് ഏറ്റവും രസകരമായിട്ട് എനിക്ക് തോന്നിയത്. അവന്തിക അത്രയും സ്ട്രോങ് ആൻഡ് ബോൾഡായിട്ട് പറയുകയാണ്, ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകയാണ്, എനിക്ക് നല്ല ഹോൾഡ് ഉണ്ട്, എനിക്ക് ഇത്രയും ബന്ധങ്ങളുള്ള ഒരാളാണ്, എനിക്ക് നിയമപരമായിട്ടോ അല്ലെങ്കിൽ എൻ്റെ പാർട്ടി വിധേനയോ എനിക്ക് അങ്ങനെ ഒരു കാര്യം ഉണ്ടായാൽ എനിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല, ഞാൻ സ്ട്രഗിൾ ചെയ്യാൻ ബോൾഡായിട്ടുള്ളൊരു പെണ്ണാണ്. അങ്ങനെ അത്രയും സ്ട്രോങ്ലി പറയുന്ന ഒരാൾ, അത്രയും തൻ്റെ ഇടത്തോടു കൂടി പറയുന്ന ഒരാൾ പേടിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പം ഹാഷ്മി വീണ്ടും എടുത്ത് ചോദിക്കുന്നുണ്ട്, പിന്നെ എന്തിനങ്ങനെ അന്ന് പറഞ്ഞു, ഞാൻ പേടിച്ചിട്ടാണ്. അങ്ങനെ പേടിച്ചിട്ടുള്ള ഒരാൾ മേരിക്ക് തോന്നുന്നുണ്ടോ? അത് കഴിഞ്ഞ ഉടനെ ഇതുപോലെ വിളിച്ചിട്ട് ചേട്ടാ പേടി തോന്നുന്ന ഒരാൾ അത് ഇപ്പോഴും ചിലപ്പോൾ പറയാൻ പേടിക്കും. കാര്യം എന്താന്ന് വെച്ചാൽ ഞാനും
അങ്ങനെ ആയിരുന്നു എന്ന് പറയാനും ഒരു പേടിയുണ്ടാവും. പക്ഷെ അപ്പൊ തന്നെ ഒരാളെ വിളിച്ചിട്ട് അയാളോട് ഇത് വോയിസ് റെക്കോർഡ് ഉൾപ്പെടെ അയച്ചു കൊടുക്കുമ്പോൾ ഒരിക്കലും ആ സമയത്ത് ഈ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഈ 1-ാം തീയതി കഴിഞ്ഞിട്ടായിരിക്കണം അവന്തികയെ കൊണ്ട് ആരെങ്കിലും പ്രേരിതമായിട്ട് ചെയ്യിപ്പിച്ചതാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ചർച്ച വന്നിട്ടുണ്ടാവുക, ആ ഒരു ഗൂഢാലോചന അവിടെ മുതലായിരിക്കണം തുടങ്ങിയിട്ടുണ്ടാവുക. അതായത് ആ കോസ് ഓഫ് ആക്ഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അവിടെ നിന്നാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ല, ഇത് അവന്തിക തന്നെ ചോദിക്കുന്നുണ്ട്, എന്നോട് മോശമായി രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രവർത്തിച്ചു അല്ലെങ്കിൽ പെരുമാറി എന്നുള്ളത് നിങ്ങളോട് ആരാ പറഞ്ഞേ എന്നുള്ള ചോദ്യം പറ്റി അപവാദം പറയുന്നത് അതാരാന്ന് അവർ അപ്പോഴും പറയുന്നില്ല. ആര് പറഞ്ഞു, ആ റിപ്പോർട്ടർ ആരാണ്, റിപ്പോർട്ടർക്കെതിരെ എന്തുകൊണ്ട് കേസ് കൊടുത്തു? ഇപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ വാല് പിടിച്ചിട്ടുള്ളത് പ്രശാന്ത് ശിവനാണ്. അതെ, പ്രശാന്ത് ശിവന് ഇപ്പൊ പറയുന്നത് ഞങ്ങൾ നേരിട്ട് പരിചയമില്ല, ഇൻസ്റ്റഗ്രാം വഴി എന്തോ മെസ്സേജ് അയച്ചതാണെന്നാണ് പറയുന്നത്. പിന്നീട് അന്നും നമ്മൾ മുൻപ് ചർച്ചയിൽ പറഞ്ഞ പോലെ ഇതൊരു ലോക്കൽ നേതാവിന്റെ അടുത്ത് പറഞ്ഞിരുന്നു എന്നും പറയപ്പെടുന്നു. അന്നൊക്കെ സത്യത്തിൽ ഇതൊരു ആയുധമായിരുന്നു, ഉറപ്പായിട്ടും രാഷ്ട്രീയ ആയുധമായിട്ട് ഉപയോഗിച്ച പാലക്കാട് BJPയുടെ ഒരു കോട്ടയായിരിക്കുന്ന ഒരു സ്ഥലത്താണ് രാഹുൽ ഇപ്രാവശ്യം ഇറങ്ങിയത്. കളം പിടിക്കുമെന്ന് ഉറപ്പായ സമയത്തെങ്കിലും ഈ ഒരു സാധനം പുറത്ത് വരേണ്ടതായിരുന്നു. അത് പ്രശാന്ത് ശിവനെ പോലെ ഇൻസ്റ്റഗ്രാം വഴി മാത്രം ബന്ധമുള്ള ഒരാളോടാണോ നമുക്ക് ഒരു തെളിവുകൾ പുറത്ത് വിടേണ്ടത്? അങ്ങനെ ആയിരുന്നില്ല. അതുപോലെ തന്നെ പ്രശാന്ത് ശിവൻ ആധികാരികമായിട്ട് തന്നെ പറയാണ്, ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് CCTV പരിശോധിക്കണം. ദിവസങ്ങളടക്കം പറഞ്ഞു, ജനുവരി 27, 28, 29, മെയ് 25 ദിവസങ്ങളിൽ ഉള്ള CCTV പരിശോധിക്കണം. അത് എന്തടിസ്ഥാനത്തിലാണ് ഇത്രയും ഈ ദിവസങ്ങൾ എടുത്ത് പറയുന്നത് എന്നും കൂടെ ആലോചിക്കണം. അതുപോലെ സന്ദീപ് വാര്യർ പ്രശാന്ത് ശിവനെതിരെ ആരോപണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആരാണ് നല്ലത് ആരാണ് ചീത്ത എന്നൊന്നുമല്ല, ഇതിൽ എത്ര സത്യമുണ്ട് എന്നാണ് തെളിയിക്കപ്പെടേണ്ടത്. തെറ്റ് ചെയ്തിട്ടുള്ളവർ ശിക്ഷിക്കപ്പെടണം. രാഹുൽ ചെയ്തിട്ടുണ്ടെങ്കിൽ രാഹുലിനാണ് ആ ശിക്ഷ ലഭിക്കേണ്ടത്. പിന്നെ ഇത് ഫാബ്രിക്കേറ്റ് ചെയ്ത് പാർട്ടിയിലേക്ക് അത് എത്താതിരിക്കാനായിരിക്കാം അവന്തിക അവസാനം ഒരു കുറ്റസമ്മതം എന്നോണം പറഞ്ഞിട്ടുണ്ടാവുക എന്നാണ് എൻ്റെ വിലയിരുത്തൽ.